കോഴിക്കോട് പയ്യമ്പ്ര കുന്നത്തെ വീട്ടിൽ നിന്ന് സിനോജ് തോമസ് ചേരുന്നുണ്ട്. ഒപ്പം തൃക്കാക്കരയിൽ നിന്ന് സജോ ദേവസിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് സിനോജ് തോമസിലേക്ക് പോകാം. സിനോജ് കോഴിക്കോട് പയ്യമ്പ്ര കുന്നത്തെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. സിനോജ്, ഞങ്ങളൊക്കെ ഇവിടെ സദ്യയൊക്കെ കഴിച്ചു. നമുക്കിവിടെ ഓഫീസിൽ പ്രത്യേക ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഒരു ആലസ്യമൊക്കെ ഉണ്ട്. അവിടെ എന്താ ഈ ഓണസദ്യ കഴിച്ചു കഴിഞ്ഞോ? ഹൃദയ ഹാപ്പിയാണ്. ഓഫീസുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് 1 മണിക്ക് സദ്യ കിട്ടും. പക്ഷേ സാധാരണ വീടുകളിൽ അങ്ങനെയല്ല. കാരണം നോക്കൂ, രാവിലെ എഴുന്നേക്കണം, പൂക്കളം ഇടണം, അമ്പലത്തിൽ പോകണം, അതിനിടയ്ക്ക് ബന്ധുക്കൾ വരും, അയൽവാസികൾ വരും, അവരോടൊക്കെ തന്നെ വർത്തമാനം പറയണം, അതിനിടയ്ക്ക് സദ്യ ഉണ്ടാക്കണം. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുളിച്ച് ആഹാരം കഴിക്കാൻ സദ്യ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരു 2 മണി കഴിയും. അതാണ് ഒരു സാധാരണ വീട്ടിൽ സംഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പയമ്പ്രയിലുള്ള കുന്നത്തെ വീട്ടിലാണ് എത്തിയത്. ഇവിടെ വീട്ടിലെത്താനുള്ള കാരണം കൂടിയുണ്ട്. അതിന്റെ കാരണക്കാരൻ ഈ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആമിക്കുട്ടിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന സുഖിലേഷാണ്. സുഖിലേഷൻ ഞങ്ങളുടെ സാരഥിയാണ്. അങ്ങനെ സുഖിലേഷിന്റെ വീട്ടിലേക്ക് വന്നതാണ്. സുഖിലേഷിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇരുന്ന് സദ്യ കഴിക്കുന്ന തിരക്കിലേക്കാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കയറിയത്. ഈ സദ്യ ഉണ്ടാക്കിയതാരാ? എല്ലാവരും കൂടെ ചേർന്നാണോ? എത്ര കൂട്ടം കറികളുണ്ട്? 10 എണ്ണി നോക്കണ്ടല്ലോ. ഉപ്പ് കൂടെ കൂട്ടിയാണോ 10? അതായത് ഉപ്പ് കൂട്ടാതെ 10 കറികളുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഇല നിറച്ചും കറികളുണ്ട്, പലതരത്തിലുള്ള കറികളുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്. നമ്മൾ ഇടത്തേക്ക് ഒന്ന് ക്യാമറ തിരിച്ചാൽ ചെറിയ മക്കൾ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അതൊരു രസമുള്ള കാര്യമാണ്. 3 മക്കൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? ഉപ്പോ? ഉപ്പ് കറിയാണോടാ? പച്ചടി ഇഷ്ടമാണല്ലേ? അത് കൊള്ളാം. ഉപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി. മോക്കോ? സാമ്പാറിൽ എന്തൊക്കെയുണ്ട് കഷ്ണങ്ങള്? ടൊമാറ്റോ ഉണ്ട്, അങ്ങനത്തെ ടൊമാറ്റോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു പാട്ട് പാടാം. ആരാ പാട്ട് പാടുന്നത്? 3 പേരും പാട്ട് പാടാം. ആരാ പാട്ട് പാടുന്നത്? റെഡിയാണ്. എന്നാ 3 പേരും പാടിക്കോ, എന്നാ കേക്കട്ടെ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ. അപ്പൊ സന്ധ്യ വരുമ്പോ നമുക്ക് പന്ത് കളിക്കണം. സദ്യ കഴിഞ്ഞിട്ട് കളികളുണ്ടോ? ഓക്കെ, കളിക്കാനൊക്കെ കുട്ടികൾ റെഡിയാണ്. ഇവിടെ അച്ഛനുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടൻ മിലിറ്ററിക്കാരനാണ്. ഓണത്തിന് എല്ലാ വർഷം നാട്ടിലേക്ക് വരുന്ന ആളാണെന്നാണ് കേട്ടത്. ഓണത്തിന് മാത്രമാണോ നാട്ടിലേക്ക് വരാറുള്ളത്? ഓണത്തിന് മാത്രമല്ല, ചിലപ്പോ വിഷുവിന്. ഓണം എപ്പോഴും നാട്ടിലുണ്ടാവും? അങ്ങനെയൊന്നുമില്ല. ചില ടൈം കിട്ടും, ചില ടൈം കിട്ടൂല. പക്ഷെ ഓണത്തിന് അവധി കിട്ടുന്ന ഒരു വൈബാണ്. ഈ പ്രാവശ്യം ഞാൻ ഡിസംബറിൽ വരാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രാവശ്യം ഓണത്തിന് ലെക്കിന് കിട്ടി. അതുകൊണ്ട് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊരു ഭാഗ്യം കിട്ടിയല്ലേ? അതെ. അച്ഛൻ സുഖിലേഷിന്റെ അച്ഛനാണ്. അച്ഛൻ നമ്മൾ ഈ ഓണസദ്യ കഴിക്കുമ്പോൾ എന്തെങ്കിലും ആചാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടില്? ആചാരങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നേർച്ച എടുക്കുന്നൊരു പരിപാടിയുണ്ട് കാരണന്മാർക്ക്. അത് കഴിഞ്ഞിട്ട് കാരണന്മാർക്ക് നേർച്ച എടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ഗണപതിക്ക് ഭക്ഷണം, എല്ലാം ചോറും കറികളും പായസവും എല്ലാം കൂടി വെച്ച് കൊടുക്കും. അത് തന്നെയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാം കൂടി എല്ലാവരും കൂടി എടുത്തിട്ടിരുന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക ചെയ്യുക സാധാരണ. കാരണന്മാരെ മറക്കില്ല. ഓണക്കാലത്ത് അവർക്കും കൊടുത്ത ശേഷം മാത്രമാണ് എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഇനി സദ്യക്ക് ശേഷം എന്താ പരിപാടി? നന്നായിട്ട് കളിക്കുക, എല്ലാവരുമായിട്ട് ഒന്നുമായിട്ട് വർത്താനം പറയുക, പഴയ കാര്യങ്ങളൊക്കെ, കഥകളൊക്കെ കേൾക്കുക. അതന്നെ, കുട്ടികളായിട്ട് കളിക്കുക. ഈ സമയമാണല്ലോ നമുക്ക് കൂടുതൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനും എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടാനൊക്കെ കിട്ടുന്ന സമയം. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഉച്ചവരെ പൂക്കളിടുക, സദ്യ ഉണ്ടാക്കുക, അതുവരെ സമയം അങ്ങ് പോയി. ഉച്ചയ്ക്ക് ശേഷം തിരുവാതിര കളി കളിക്കണം. തിരുവാതിര കളിക്കോ? റെഡിയാണോ? എല്ലാവരും ഒരേപോലത്തെ സാരി ഇട്ടൊക്കെ എനിക്ക് സംശയം വന്നു. തിരുവാതിര സെറ്റാണോ? ഇപ്പൊ കളിക്കാൻ പറ്റുമോ? സദ്യ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്താ അമ്മയെന്ന് വിളിക്കുക? എന്താ വേണ്ടേ? മോനെന്താ വേണ്ടേ? വെള്ളം. മോന് വെള്ളം കൊടുക്ക്. ഇതെന്ത് പായസമാ? എന്ത് പായസം? സേമിയ പായസം. ശ്രുതി, സേമിയ പായസം ഉണ്ട്. അങ്ങനെ 10-13 കൂട്ടം കറിയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് സുഖിലേഷിന്റെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും സദ്യ കഴിക്കുന്ന തിരക്കിലാണ്. ഞങ്ങളും ഏതായാലും ഇവിടുന്ന് സദ്യ കഴിക്കും. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം സിനോജ്. ഒരിക്കൽ കൂടി എന്തായാലും ആ ബിരുദൻ പറഞ്ഞ പോലെ ഉപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് സിനോജിനോട് പറഞ്ഞത്. അത് സിനോജിന് കൊടുത്തൊരു പണിയാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും സിനോജിനുള്ള ഒരു സീറ്റ് കൂടി അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്ന് തൃക്കാക്കരയിലേക്ക് പോകണം. അവിടെ സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഇപ്പോൾ സിനോജ് അവിടെ ഭക്ഷണം കഴിക്കാൻ അവിടെ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ സജോ ദേവസ്യയുടെ കാര്യം കൂടി അറിയണം. രാവിലെ മുതൽ പോയി നിൽക്കുന്നതാണോ, അവിടെ ക്യൂ നിൽക്കുന്നതാണെന്ന് കേട്ടിരുന്നു ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എന്താണ് അവസ്ഥ? ഭക്ഷണം എല്ലാം കിട്ടിയോ? സദ്യ കഴിച്ചു. തൃക്കാക്കര ക്ഷേത്രം എന്നത് തിരുവോണത്തെ സംബന്ധിച്ച് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വാമനമൂർത്തി ക്ഷേത്രമാണല്ലോ. അതായത് ഉത്സവമാണ്, തിരുവോണ സദ്യയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതായത് ഇങ്ങനെ ഒരു 10:30 മുതൽ നടക്കുന്ന സദ്യയാണ്. ഇപ്പോഴും നമുക്ക്
ആളുകളെ കാണാം ധാരാളമായി. ഇങ്ങോട്ട് ഭക്തർ ഇവിടെ എത്തുക, തിരുവോണ സദ്യ കഴിക്കുക, അല്ലേ അമ്മേ? ഓണാശംസകൾ. നേരം കാത്തു നിന്നിട്ടാണോ ഇവിടെ എത്തുന്നത്? ഞാനിപ്പോ ഇവിടെ തൊട്ടടുത്ത അവിടുന്ന് വന്നു സദ്യ കഴിക്കുക എന്നുള്ളതാണ്. ആശംസകൾ കേട്ടോ. ഇങ്ങനെ ആളുകൾ ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ കുഞ്ഞു മക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഹാപ്പി ഓണം. സദ്യ എവിടുന്നാ വരുന്നേ? കോലഞ്ചേരിന്ന് വരുന്നയാ. അപ്പൊ സദ്യ കഴിക്കാം. വേറൊരാളും കൂടി ഉണ്ട്. ഹാപ്പി ഓണം. താങ്ക് യു. സദ്യ കഴിക്കാം. മുഴുവൻ കഴിക്കൂലേ? ശരിയല്ലേ? ഓണം ഗംഭീരാണോ? കുട്ടികളുടെ അമ്മയല്ലേ? അതെ അതെ അതെ. ഹാപ്പി ഓണം ടു ഓൾ റിപ്പോർട്ടർ TV വ്യൂവേഴ്സ്. ഇവിടെ സദ്യ കഴിക്കുക, ഇവിടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ വരിക, അതുകൊണ്ടൊന്നാണ്. അതെ അതെ അതെ. എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങൾ ഊണ് കഴിച്ചോ? ഞങ്ങള് കഴിച്ചു. ആണോ? ഹാപ്പി ആയിട്ടിരിക്കുന്നു. താങ്ക്സ് ചേട്ടാ. ഇങ്ങനെ ഇവിടെയുള്ള ആളുകളൊക്കെ സദ്യ കഴിക്കുകയാണ്. ഗംഭീര സദ്യ കഴിക്കുക. അതായത് തൃക്കാക്കര ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം വരുന്ന ഭക്തർക്കെല്ലാം സദ്യ എന്നാണ്. ഓണാശംസകൾ. സദ്യ കഴിക്കുക. പിന്നെ ഇവിടുത്തുകാരാണോ? ഇത്രയും വൈകിയത് ലാസ്റ്റ് അങ്ങോട്ട് ഇരിക്കാന്ന് പറഞ്ഞ് നോക്കിയിട്ട് സദ്യയാണ് പ്രധാനം അല്ലേ? പിന്നെ എന്താ പരിപാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ പറയാ ആയിട്ടൊക്കെയുള്ള ഒരു കറക്കം. ഓണാശംസകൾ കേട്ടോ. നമുക്ക് ഇവിടെ കാണാം ഇങ്ങനെ 35,000-ഓളം ആളുകൾക്കെങ്കിലും, അത്രയാണ് നേരത്തെ ഞാൻ ഇവിടെ ഇതിന്റെ ചുമതലയുള്ള ആളുകളോട് സംസാരിച്ചപ്പോ അല്ലേ, വരുന്ന ഭക്തർക്ക് 3 മണി വരെ സദ്യ. അത് തൃക്കാക്കര ക്ഷേത്രത്തിന്റെ ഒരു സവിശേഷതയാണ് കേട്ടോ. പറഞ്ഞോ. ഹാപ്പി ഓണം. ഓണാശംസ. എവിടുന്നാ വരുന്നത്? തൃക്കാക്കര നോർത്ത്. ഇവിടെ തന്നെയാണ്. ഓ, ഇവിടെ സദ്യ കഴിക്കാന്നാണ്. അതെ അതെ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓണ ദിവസം ഇവിടെ വന്നിട്ട് കഴിക്കും. എല്ലാ വർഷവും വരുന്നതാണ്. എല്ലാ വർഷവും കഴിക്കും. ചേച്ചി അതൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ കാണാം. അതായത് ഒരു 10:30 സമയമാകുമ്പോൾ, അത് ഞാൻ ഇന്ന് രാവിലെ 6 മണി മുതൽ തൃക്കാക്കര ക്ഷേത്രത്തിലും പരിസരത്തും ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനം ഈ തിരുവോണ ദിവസം നടക്കുന്ന ചടങ്ങുകളാണ്. ചടങ്ങുകളും അതിനുശേഷം സദ്യയുമാണ്. ഇവിടെ വന്ന് അങ്ങനെ വരുന്ന ആളുകൾക്ക് 3 മണി വരെയാണ് സദ്യയുടെ സമയം. അതിപ്പോഴും ഇങ്ങനെ തുടർച്ചയായി പുരോഗമിക്കുന്നുണ്ട്. ആളുകൾ വരിക. ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. എവിടുന്നാ വരുന്നത്? കളമശ്ശേരി. ശരിയാണ്. ഇവിടെ വരിക, സദ്യ കഴിക്കുക. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം വരും. എല്ലാ വർഷവും വരും. എല്ലാ വർഷവും. ഓണത്തിന്റെ മൂടും എല്ലാം കൊണ്ടും മോള് പറ. ഓക്കെ. ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഉണ്ട് കേട്ടോ. സജോ, എന്തായാലും ഒരുപാട് പേർ ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അവിടെ 3 മണി വരെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഇതുപോലെ വീട്ടിലിരുന്ന് സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞ് അതിന്റെ ആലസ്യത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ